പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ ദേശീയപാതയിൽ KSRTC സൂപ്പർ ഫാസ്റ്റ് ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. മാള സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ സുജിത്ത്, യാത്രക്കാരൻ ബ്രിജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ മാന്നാമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ തീപിടുത്തം. മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടയർ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. കമ്പനി പൂർണ്ണമായും കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി പ്രാഥമിക വിവരം. അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനവുമായി ശ്രീനാരായണപുരം പഞ്ചായത്ത്. കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ വാഹനയാത്രക്കാർ ആക്രമണ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തത്. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ ദേശീയപാതയിൽ KSRTC സൂപ്പർ ഫാസ്റ്റ് ബസും ഓട്ടോയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്കേറ്റു. മാള സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ സുജിത്ത്, യാത്രക്കാരൻ ബ്രിജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. സുജിത്തിന്റെ നില ഗുരുതരമാണ്. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെയായിരുന്നു അപകടം. പുതുക്കാട് പോലീസും ഫയർഫോഴ്സും നാട്ടുകാരും ചേർന്നാണ് രക്ഷാപ്രവർത്തനം നടത്തിയത്. തിരുവനന്തപുരത്തു നിന്ന് പൊന്നാനിയിലേക്ക് പോയിരുന്ന ബസ് സ്റ്റാൻഡിലേക്ക് പ്രവേശിക്കുന്നതിനിടെ തൃശൂർ ഭാഗത്തുനിന്ന് വന്നിരുന്ന ഓട്ടോ ബസ്സിലിടിക്കുകയായിരുന്നു. അപകടത്തിൽ ഓട്ടോ പൂർണ്ണമായും തകർന്നു. തൃശൂർ മാന്നാമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ തീപിടുത്തം. മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടെക്സ് 1 എന്ന ടയർ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. തിങ്കളാഴ്ച പുലർച്ചെ 5 മണിയോടെയാണ് തീപിടുത്തം നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്. ഉടൻ തൃശൂരിലെ അഗ്നിരക്ഷാസേനയെ വിവരം അറിയിക്കുകയായിരുന്നു. തൃശൂരിൽ നിന്നും 3 യൂണിറ്റും പുതുക്കാട് നിന്നും 1 യൂണിറ്റും ഫയർഫോഴ്സ് എത്തി 1.5 മണിക്കൂർ നേരത്തെ ശ്രമഫലമായാണ് തീ നിയന്ത്രണ വിധേയമാക്കിയത്. തീപിടുത്തത്തിൽ കമ്പനി പൂർണ്ണമായും കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടം ഉണ്ടായതായാണ് പ്രാഥമിക വിവരം. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമല്ല. ടയറിന്റെ റീസോളിംഗ് ഭാഗമാണ് കമ്പനിയിൽ നിർമ്മിക്കുന്നത്. മുർക്കനിക്കര സ്വദേശി പുഷ്കറിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് സ്ഥാപനം. അതിരപ്പിള്ളി മലക്കപ്പാറ റോഡിലിറങ്ങിയ കബാലി 1 മണിക്കൂറോളം വാഹനങ്ങൾ തടഞ്ഞിട്ടു. കാട് കയറിപ്പോയ കബാലി 2 മാസങ്ങൾക്ക് ശേഷമാണ് തിരികെ എത്തുന്നത്. ഷോളയാർ പവർ ഹൗസിനും വാൽവ് ഹൗസിനുമിടയിൽ ഇന്നലെ രാവിലെ 11 മണിയോടെയായിരുന്നു ഒറ്റയാന്റെ വഴിതടയൽ. കബാലിയുടെ അപ്രതീക്ഷിത വഴിതടയൽ മൂലം KSRTC ബസ് ഉൾപ്പെടെ നിരവധി വാഹനങ്ങളാണ് വഴിയിൽ കുടുങ്ങിയത്. റോഡരികിൽ നിന്ന് പന മറിച്ചിട്ട് തിന്നുകയായിരുന്ന കബാലി പെട്ടെന്ന് റോഡിലേക്ക് ഇറങ്ങുകയായിരുന്നു. ചാലക്കുടിയിൽ നിന്നും മലക്കപ്പാറയിലേക്ക് പോയിരുന്ന വാഹനങ്ങൾക്ക് മുൻപിലാണ് കബാലി നിലയുറപ്പിച്ചത്. അപ്രതീക്ഷിതമായി റോഡിലേക്ക് ഇറങ്ങിയ കാട്ടാനയ്ക്ക് മുൻപിൽ ചെറുവാഹനങ്ങളും KSRTCയുടെ ഉല്ലാസയാത്ര ബസ് ഉൾപ്പെടെയാണ് കുടുങ്ങിയത്. എന്നാൽ ആക്രമണ സ്വഭാവം കാണിക്കാതെ റോഡിൽ നിലയുറപ്പിച്ച കബാലിക്ക് മുൻപിൽ കുടുങ്ങിയ ചെറുവാഹനങ്ങൾ പെട്ടെന്ന് എടുത്തുപോയതിനാൽ അപകടം ഒഴിവായി. തുടർന്ന് ബസ്സിനു നേരെ ആന വന്നെങ്കിലും പിന്തിരിഞ്ഞു പോവുകയായിരുന്നു. വീണ്ടും 1 മണിക്കൂറോളം വഴി തടഞ്ഞ് റോഡിൽ നിന്ന കബാലിയെ വനപാലകരെത്തി റോഡിൽ നിന്ന് മാറ്റിയതിനു ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മേഖലയിലെ സ്ഥിരം പ്രശ്നക്കാരായ മഞ്ഞക്കൊമ്പനും ഏഴാറ്റുമുഖം ഗണപതിക്കും പിന്നാലെ കബാലിയും എത്തിയതോടെ പ്രദേശവാസികളും വിനോദസഞ്ചാരികളും വനം വകുപ്പും ഒരുപോലെ ആശങ്കയിലാണ്. മീഡിയ ടൈം, ചാലക്കുടി. അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനവുമായി ശ്രീനാരായണപുരം പഞ്ചായത്ത്. ശ്രീനാരായണപുരത്ത് നാളേറെയായി കാട്ടുപന്നി ശല്യം മൂലം കർഷകർ വലയുകയാണ്. ഒട്ടുമിക്ക കാർഷിക വിളകളും കാട്ടുപന്നികൾ നശിപ്പിക്കുന്നത് പതിവാണ്. കൃഷി നശിപ്പിക്കുന്നതിനു പുറമെ ഇരുചക്ര വാഹന യാത്രക്കാർ ഉൾപ്പെടെയുള്ളവരും കാട്ടുപന്നികളുടെ ആക്രമണ ഭീഷണി നേരിടുന്നുണ്ട്. തീരപ്രദേശ ഗ്രാമങ്ങളിലെല്ലാം തന്നെ കാട്ടുപന്നികളുടെ ശല്യം ഏറി വരികയാണ്. ഈ സാഹചര്യത്തിലാണ് ശല്യക്കാരായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനമെടുത്തത്. ലൈസൻസ് ഉള്ള വേട്ടക്കാരെ കണ്ടെത്തി അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെക്കാൻ നടപടി സ്വീകരിക്കുമെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് MS മോഹനൻ പറഞ്ഞു. കാട്ടുപന്നി മാത്രമല്ല, വളരെയേറെ മയിലുകൾ, മുള്ളൻ പന്നി, മലമ്പാമ്പ്, അതുപോലെ തന്നെ വ്യത്യസ്ത ജീവികളെല്ലാം പ്രത്യേകിച്ച് മലയോര മേഖലയിൽ കാണുന്ന അവിടുത്തെ കർഷകരെ
ഏറ്റവും കൂടുതൽ ദ്രോഹിക്കുന്ന ഇത്തരം ജീവികളെല്ലാം വ്യാപകമായി ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്തിൻ്റെ വിവിധ പ്രദേശങ്ങളിലും, പ്രത്യേകിച്ച് വാർഡ് 16-ലും പരിസര പ്രദേശങ്ങളിലും, അതുപോലെ തൊട്ടടുത്ത് എടവിലങ്ങ് പഞ്ചായത്തിൻ്റെയും മതിലകം പഞ്ചായത്തിൻ്റെയൊക്കെ പരിധിക്കുള്ളിൽ മാറി മാറി വാഴ, അതുപോലെ തന്നെ പുതുതായി കൃഷി ചെയ്യാൻ തയ്യാറായിട്ട് വരുന്ന കർഷകർ വയ്ക്കുന്ന തെങ്ങിൻ തൈകൾ ഉൾപ്പെടെ രൂക്ഷമായി ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പൊതുസ്ഥിതി ഉണ്ടായിട്ടുണ്ട്. ഇതിനെ തുടർന്ന് ജനങ്ങളുടെ അഭിപ്രായം മാനിച്ചുകൊണ്ട് തന്നെ ഡിസംബർ 24-ന് ചേർന്ന ഗ്രാമപഞ്ചായത്ത് ഭരണസമിതി പൊതുവായൊരു തീരുമാനം എടുത്തിട്ടുണ്ട്. കാട്ടുപന്നി ആക്രമണത്തെ തടയുന്നതിന് വേണ്ടി ലൈസൻസ് ഉള്ള തോക്കുള്ള വ്യക്തികളെ കണ്ടെത്തി അവരെ ഈ പ്രദേശത്ത് കൊണ്ടുവരുന്നതിനും കാട്ടുപന്നികളെ വെടിവെച്ച് കൊല്ലുന്നതിന് ആവശ്യമായിട്ടുള്ളൊരു തീരുമാനവുമാണ് ഇപ്പോൾ ഗ്രാമപഞ്ചായത്ത് എടുത്തിട്ടുള്ളത്. അതിൻ്റെ നടപടിക്രമങ്ങളുമായിട്ട് ഗ്രാമപഞ്ചായത്ത് മുന്നോട്ട് പോവുകയാണ്. കയ്പമംഗലം ഗ്രാമപഞ്ചായത്തിലെ തകർന്നടിഞ്ഞ റോഡുകൾ സഞ്ചാരയോഗ്യമാക്കണമെന്നാവശ്യപ്പെട്ട് CPM കയ്പമംഗലം ലോക്കൽ കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ പഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും നടത്തി. CPM നാട്ടിക ഏരിയ ആക്ടിംഗ് സെക്രട്ടറി VK ജ്യോതി പ്രകാശ് ഉദ്ഘാടനം ചെയ്തു. PL പോൾസൺ അധ്യക്ഷനായി. ലോക്കൽ സെക്രട്ടറി BS ശക്തിധരൻ, ഏരിയ കമ്മിറ്റി അംഗം TV സുരേഷ്, ലോക്കൽ കമ്മിറ്റി അംഗങ്ങളായ അഡ്വക്കേറ്റ് PR കണ്ണൻ, KM വിജയൻ, PA അബൂബക്കർ തുടങ്ങിയവർ സംസാരിച്ചു. അടുത്ത കാലയളവിൽ പണം കിട്ടിയ പഞ്ചായത്തുകളുമുണ്ട്. ഇനിയും പണം പൂർണ്ണമായും കിട്ടാത്ത പഞ്ചായത്തുകളും കാണും. സ്വാഭാവികമായും കോടാനും കോടി രൂപയുടെ വികസന പ്രവർത്തനങ്ങളാണ് ഇവിടെ നടക്കുന്നത്. പക്ഷേ 2 കൊല്ലം മുമ്പ് പണം കിട്ടിയ ഒരു പഞ്ചായത്തിൽ അത് വിനിയോഗിക്കാൻ കഴിയാത്തത് അതിന് മറ്റാരെങ്കിലും ഒന്നും കുറ്റപ്പെടുത്തിക്കൊണ്ട് നമുക്ക് കൈകഴുകാവുന്ന ഒന്നാണോ? ആരാണതിൽ ഉത്തരവാദി? ഇപ്പോ കുറച്ച് റോഡ് പണികളൊക്കെ നടക്കുന്നതായിട്ട് ഇവിടെ ഫോട്ടോയും മറ്റുമൊക്കെ വെക്കുന്നതിൽ നിന്നും മനസ്സിലാക്കുന്നു. നല്ല കാര്യം, ഞങ്ങൾ അതിനെ സ്വാഗതം ചെയ്യുന്നു. പക്ഷെ ഈ 2 വർഷം എത്തിയിട്ടും ഈ റോഡുകളുടെ പണി ഇത്രമാത്രം വൈകിയതിന്റെ പിറകിൽ മറ്റൊരു കാരണവുമില്ല. ഭരണതലത്തിൽ ഇത് കൈകാര്യം ചെയ്യുന്നതിനുള്ള ശേഷി ഇവിടുത്തെ ഭരണസമിതിക്ക് ഇല്ല എന്നത് മാത്രമാണ് അതിന്റെ കാരണം. കഴിഞ്ഞ തവണ ഞങ്ങൾ ഇവിടെ വന്നപ്പോ ഇവിടെ ടെൻഡർ ചെയ്തിട്ടില്ല റോഡുകൾക്ക്. ഇനി മറ്റു വാർത്തകളിലേക്ക്. എയർടെൽ ഫൈബറിന് വേണ്ടിയെടുത്ത കുഴിയിൽ വീണ് ഹോട്ടൽ ജീവനക്കാരന് പരിക്ക്. മാള ജൂത ശംശാനത്തിന് സമീപമാണ് സംഭവം. ഇവിടെ പ്രവർത്തിക്കുന്ന ഹോട്ടലിലെ ജീവനക്കാരനായ നൌഫൽ മണ്ണാന്തറയ്ക്കാണ് പരിക്കേറ്റത്. എയർടെൽ ഫൈബർ ഇടുന്നതിന് തൊഴിലാളികൾ കാർ നിർമ്മിച്ചത് ശരിയായ രീതിയിൽ മൂടിയിരുന്നില്ല എന്ന് മാത്രമല്ല, ജലനിധിയുടെ പൈപ്പ് ലൈൻ തകരാറിലാക്കുകയും ചെയ്തിരുന്നുവെന്ന് പറയുന്നു. തിങ്കളാഴ്ച രാവിലെ ജലനിധിയുടെ പൊട്ടിയ പൈപ്പിലൂടെ വെള്ളം നിറഞ്ഞു കവിഞ്ഞ് റോഡിലൂടെ ഒഴുകുകയും ആളുകളും വാഹനങ്ങൾ കുഴിയിൽ വീഴുകയും ചെയ്തിരുന്നു. ശാസ്ത്രീയമായ രീതിയിൽ നിർമ്മാണങ്ങൾ നടത്താത്തതിനാലാണ് ഇത്തരത്തിൽ സംഭവിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു. പ്രശ്നം ഗുരുതരമായതോടെ നാട്ടുകാർ കരാറുകാരനെ വിളിക്കുകയും തുടർന്ന് റോഡ് പൂർവ്വസ്ഥിതിയിലാക്കുകയും ചെയ്തു. ഹലോ, എൻ്റെ ആ കുഴിയിൽ വെറുതെ നടന്നപ്പോൾ കാല് താന്നുപോയി, കാല് പൊട്ടിയിട്ടുണ്ട്. ഡിസ്കിൽ കംപ്ലൈൻ്റ് ഉള്ള ആളാണ്. ഡിസ്ക് ഇപ്പോൾ തണ്ടൽ വലിങ്ങിയിട്ടുണ്ട്. വർക്ക് ആകെ മോശം. അടിയിൽ ഗുഹ പോലെ പോയേക്കാണ് മണ്ണ്. ഗുഹ പോലെ കാണാൻ പറ്റും. ചവിട്ടിക്കഴിഞ്ഞാൽ താന്നു. മുകളിൽ മാത്രം മണ്ണിട്ടേക്കാണ് ഇവർ. പിന്നെ പൈപ്പും പൊട്ടിട്ടുണ്ട്, കുടിവെള്ള പൈപ്പും പൊട്ടിയിട്ടുണ്ട് അവിടെ. അല്ലാതെ താറുമാറാക്കിയിട്ടാണ് അവർ പോയേക്കണേ. ഉത്തരവാദിത്തമില്ലാത്ത രീതിയിലാണ് അവരുടെ പെരുമാറ്റം. എന്താ വെച്ചാൽ പെട്ടെന്ന് കാര്യങ്ങൾ നടത്താൻ അവരോട് ഇത് ചെയ്യുക. പിന്നെ ഹോട്ടലാണ്. ഹോട്ടലിന് മുമ്പിലാണ് ഈ സംഭവം. ഹോട്ടലിലേക്ക് ഇഷ്ടംപോലെ ആൾക്കാർ വന്നാണ്. ഇപ്പോൾ 12 മണി തുടങ്ങി കസ്റ്റമറുകൾ ഇഷ്ടംപോലെ വരും. വണ്ടിയൊക്കെ വരും. വണ്ടിയൊക്കെ താഴ്ന്നു പോയി കഴിഞ്ഞാൽ പിന്നെ പണിയാണ്. മൊത്തം ഫുള്ളായിട്ട് കിടക്കുകയാണ്. കേരള ഫുട്ബോൾ അസോസിയേഷൻ ജനുവരി 4 മുതൽ ഫെബ്രുവരി 10 വരെ കുന്നംകുളത്ത് സംഘടിപ്പിക്കുന്ന കേരള വിമൻസ് ലീഗിന്റെ 6ാം പതിപ്പിൽ ചാലക്കുടിയിലെ പ്രമുഖ ഫുട്ബോൾ ക്ലബ്ബായ സിറ്റി ക്ലബ്ബ് മത്സരിക്കാൻ ഇറങ്ങുന്നു. ചാലക്കുടിയിൽ നിന്നും ആദ്യമായിട്ടാണ് ഒരു ക്ലബ്ബ് കേരളത്തിലെ 1ാം ഡിവിഷൻ ഫുട്ബോൾ ലീഗിൽ മത്സരിക്കുന്നത്. മത്സരത്തിനുള്ള സിറ്റി ക്ലബിന്റെ വനിതാ ടീം ഡിസംബർ 20 മുതൽ SH കോളേജ് ഗ്രൗണ്ടിൽ പരിശീലനം ആരംഭിച്ചു. ടീമിലെ പകുതി താരങ്ങൾ SH കോളേജിലെ വിദ്യാർത്ഥിനികളാണ്. പെൺകുട്ടികൾക്കുള്ള താമസ സൗകര്യവും അടിസ്ഥാന സൗകര്യങ്ങളും SH കോളേജ് നൽകി വരുന്നു. ലീഗിന് മുന്നോടിയായി ടീം ലോഞ്ചിങ്
ഇവന്റ് ജനുവരി 2 വ്യാഴാഴ്ച വൈകിട്ട് 5:30 SH കോളേജ് ഓഡിറ്റോറിയത്തിൽ വെച്ച് നടക്കും. പത്രസമ്മേളനത്തിൽ MLA സനീഷ് കുമാർ ജോസഫ്, SH കോളേജ് പ്രിൻസിപ്പൽ ഡോക്ടർ C. ഐറിൻ, മുനിസിപ്പൽ പ്രതിപക്ഷ നേതാവ് C. സുരേഷ്, സിറ്റി ക്ലബ് സെക്രട്ടറി CV ഫ്രാൻസിസ്, ISV ഫുട്ബോൾ അക്കാദമി കോർഡിനേറ്റർ അജിത് ടോമി, PP പോൾ, രാധാകൃഷ്ണൻ, കോളേജ് കായിക വിഭാഗം മേധാവി ഡോക്ടർ ജസ്മി ജോസ്, പരിശീലകരായ രാഹുൽ VN, ജോസ് റാഫേൽ എന്നിവർ സംസാരിച്ചു. അഖില കേരള ശാസ്താംപാട്ട് കലാകാര സംഘം കൊടുങ്ങല്ലൂർ മേഖലാ കമ്മിറ്റി സംഘടിപ്പിച്ച 3ാമത് ശാസ്താരം പ്രണമാമ്യഹം ശാസ്താംപാട്ട് അയ്യപ്പ ഭജന ചിന്തുപാട്ട് മത്സര മഹോത്സവവും പുരസ്കാര സമർപ്പണവും കൊടുങ്ങല്ലൂർ നവരാത്രി മണ്ഡപത്തിൽ നടന്നു. കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ സത്യധർമ്മനടികൾ ഭദ്രദീപം കൊളുത്തി. ചെയർമാൻ സുധീഷ് നമ്പിയത്ത് പ്രകാശന ശാന്തി ഉദ്ഘാടനം ചെയ്തു. 14 ടീമുകൾ മത്സരിച്ചു. യോഗത്തിൽ മേഖലാ പ്രസിഡന്റ് SS അജയൻ അധ്യക്ഷനായി. തത്വമസി പുരസ്കാരം ചാലക്കുളം പ്രകാശനും അയ്യപ്പജ്യോതി പുരസ്കാരം CG വേണുഗോപാലിനും സമർപ്പിച്ച മത്സരത്തിൽ 1ാം സമ്മാനം നേടിയ ചേറൂർ രാജേഷ് ആൻഡ് പാട്ടിക്കും, അയ്യപ്പ ഭജനയിൽ 1ാം സമ്മാനം നേടിയ സ്വരലയ ഭജന സംഘം വള്ളിവട്ടത്തിനും, ചിന്തുപാട്ടിൽ 1ാം സമ്മാനം നേടിയ ശ്രീ മുരുക വനിതാ കാവടി ചിന്തനും ട്രോഫിയും ക്യാഷ് അവാർഡും നൽകി. പങ്കെടുത്ത മറ്റു ടീമുകൾക്കും ഷീൽഡും ക്യാഷും നൽകി. സംസ്ഥാന കമ്മിറ്റി മെമ്പർമാരായ തളിക്കുളം കുമാരനാശൻ, AR സുബ്രഹ്മണ്യൻ, ശ്രീകാന്ത്, മഞ്ജുഷ, സോമൻ, അഞ്ചങ്ങാടി, സലീഷ് പട്ടേൽ എന്നിവർ സംസാരിച്ചു. പാലിശ്ശേരി SNDP ഹയർ സെക്കൻഡറി സ്കൂളിൽ അലുമിനി അസോസിയേഷന്റെ നേതൃത്വത്തിൽ പൂർവ്വ വിദ്യാർത്ഥി സംഗമം സ്നേഹക്കൂട്ട് സംഘടിപ്പിച്ചു. മുൻ MLA TU രാധാകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു. ഈ സ്കൂളിൽ പഠിച്ച് വിദ്യാഭ്യാസം നേടി പിന്നീട് സ്കൂളിൽ ടീച്ചർമാരായി ഞങ്ങളെയൊക്കെ പഠിപ്പിച്ച് വളർത്തി നല്ല ഒരു അറ്റ്മോസ്ഫിയർ വിദ്യാഭ്യാസ മേഖലയിൽ ഉണ്ടാക്കി കൊടുത്ത എൻ്റെ ബഹുമാനരായ അധ്യാപകർ. ഇപ്പോൾ ഈ അസോസിയേഷൻ ക്രിയാത്മകമായി പ്രവർത്തിക്കാൻ തീരുമാനിച്ചു. 75 വർഷങ്ങൾ പിന്നിടുമ്പോൾ ഈ സ്കൂളിൻ്റെ സാമൂഹികമായ പശ്ചാത്തലത്തിന് വേണ്ടി, സാംസ്കാരികമായ നിലനിൽപ്പിന് വേണ്ടി പൂർവ്വ വിദ്യാർത്ഥികളുടെ സംഭാവനകൾ എന്ന ഒരു ചോദ്യത്തിനാണ് ഇത് ഉത്തരം കണ്ടെത്തി. അതിനുവേണ്ടിയാണ് ഇവിടെ കൂടിയിരിക്കുന്നത്. അധ്യക്ഷ പുസ്തകം പറഞ്ഞു, അവർ പൂർവ്വ വിദ്യാർത്ഥികൾക്ക് വേണ്ടി ചെയ്തുകൊണ്ടിരിക്കുന്ന ചെറിയ കൊച്ചു കാര്യങ്ങൾ. സിവിൽ സർവീസിൽ പഠിക്കാൻ പോകുന്ന ഒരു വിദ്യാർത്ഥി പുസ്തകങ്ങൾ എത്തിച്ചു കൊടുത്ത് അവരെ നല്ല നിലയിലേക്ക് വളർത്തിയെടുക്കാൻ ശ്രമിച്ചത്. അലുമിനി പ്രസിഡന്റ് സെയ്ദ് മുഹമ്മദ് ആയപ്പാടത്ത് അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ 80 വയസ്സ് കഴിഞ്ഞ അധ്യാപകരെ അലുമിനി അസോസിയേഷൻ ചെയർമാൻ OJ പോൾ ആദരിച്ചു. വൈസ് പ്രസിഡന്റ് PB അശോകൻ, സ്കൂൾ പ്രിൻസിപ്പൽ CD ജിന്നി, മാനേജർ MS ഗോപി, MR അപ്പുക്കുട്ടൻ, AV മണിലാൽ എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികൾ, സ്നേഹവിരുന്ന് എന്നിവ നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി മേലടൂർ യൂണിറ്റ് വാർഷിക പൊതുയോഗം നടന്നു. വ്യാപാരി വ്യവസായി ഏകോപന സമിതി ജില്ലാ സെക്രട്ടറി KI നജാഹ് ഉദ്ഘാടനം ചെയ്തു. എല്ലായിടത്തും ജില്ലയിൽ 235 യൂണിറ്റുകളാണ് ഇപ്പോൾ നമ്മൾക്ക് നിലവിലുള്ളത്. 235 യൂണിറ്റുകളിൽ 45,000-ൽ വരുന്ന അംഗങ്ങളാണ് നമ്മൾക്ക് ഈ കരുത്തേകുന്ന സംഘടന. വളരെ കൃത്യമായ പ്രവർത്തനം, ഒരു തരത്തിലും വീഴ്ചയില്ലാത്ത പ്രവർത്തനം, അതാണ് സംഘടനയുടെ കരുത്ത്. നമ്മളെ സംബന്ധിച്ചിടത്തോളം പല സംഘടനകളും നമ്മൾക്ക് നമ്മുടെ മുന്നിൽ തന്നെ കാണാൻ കഴിഞ്ഞിട്ടുണ്ട്. മാള SICK സുരേഷ് യൂണിറ്റ് അംഗമായ മോഹനന്റെ മകളും ടെലിവിഷൻ താരവും 2024 മിസ് കേരളയുമായ മിസ് ശ്രീലക്ഷ്മി മോഹനനെ ആദരിച്ചു. SLC പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ അഭിനവ മധുവിനെയും +2 പരീക്ഷയിൽ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയ ആദിൽ റിജുവിനെയും മാള SI സുരേഷും മെമന്റോയും ക്യാഷ് അവാർഡ് നൽകി അനുമോദിച്ചു. യൂണിറ്റ് പ്രസിഡന്റ് ബെന്നി ചക്കാലക്കൽ അധ്യക്ഷത വഹിച്ചു. മേരി ഡൊമിനിക്, യൂണിറ്റ് സെക്രട്ടറി സിജോ ചക്കാലക്കൽ, ഷിജി ജോൺസൺ എന്നിവർ സംസാരിച്ചു. യുവജനങ്ങളുടെ സർഗാത്മക വികസനം ലക്ഷ്യം വെച്ചുള്ള പദ്ധതികൾ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ച് 3 ദിവസങ്ങളിലായി തൃശ്ശൂരിൽ നടന്ന SYS കേരള യുവജന സമ്മേളനത്തിന് പ്രൗഢമായ സമാപനം. സമാപന സമ്മേളനത്തിൽ വിവിധ ജില്ലകളിൽ നിന്നായി ആയിരങ്ങളെത്തി. 10,000 സ്ഥിരം പ്രതിനിധികളും അത്രയും അതിഥി പ്രതിനിധികളുമുള്ളതായിരുന്നു സമ്മേളനം. വിവിധ ആശയങ്ങളിൽ പ്രതിദിന സായാഹ്ന പൊതുസമ്മേളനം, ഫ്യൂച്ചർ കേരള സമ്മിറ്റി, നെക്സ്റ്റ് ജെൻ കോൺക്ലേവ്, ഹിസ്റ്ററി ഇൻസൈറ്റ്, യങ് ഇന്ത്യ സിമിനോസിയം എന്നിവയിലൂടെ സാമൂഹിക വികസനവും സമുദ്ധാരണവും ലക്ഷ്യം വയ്ക്കുന്ന പഠനങ്ങളും സംവാദങ്ങളും നടത്തി. സമാപന സമ്മേളനം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥ പ്രസിഡന്റ് E സുലൈമാൻ മുസ്ലിയാർ അധ്യക്ഷത വഹിച്ചു. സയ്യിദ് അലി ഭാഗവി തങ്ങൾ പ്രാർത്ഥന നടത്തി. വഖഫ് മന്ത്രി V അബ്ദുൾ റഹ്മാൻ, പ്രതിപക്ഷ ഉപനേതാവ് PK കുഞ്ഞാലിക്കുട്ടി, ജോയ് ആലുക്കാസ് എന്നിവർ അതിഥികളായി.
കേരള ജേർണലിസ്റ്റ് യൂണിയൻ തൃശൂർ ജില്ലാ സമ്മേളനം തൃപ്രയാറിൽ നടന്നു. KJU ദേശീയ കൗൺസിൽ അംഗം ജോസ് താടിക്കാരൻ പതാക ഉയർത്തി. നാട്ടിക സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന സമ്മേളനം CC മുകുന്ദൻ MLA ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അജേഷ് കരക്കടകത്ത് അധ്യക്ഷത വഹിച്ചു. മുതിർന്ന മാധ്യമ പ്രവർത്തകൻ ജോസ് താടിക്കാരൻ, സുബിൻ കണ്ണദാസ്, മണി ചെറുതുരുത്തി എന്നിവരെ ആദരിച്ചു. KJU അംഗങ്ങളുടെ മക്കളിൽ ഉന്നത വിജയം നേടിയവരെ അനുമോദിച്ചു. അഡ്വക്കേറ്റ് AU രഘുരാമൻ പണിക്കർ, EP രാജു, ബിജോയ് പെരുമാട്ടിൽ, KR മധു എന്നിവർ സംസാരിച്ചു. തുടർന്ന് നടന്ന പ്രതിനിധി സമ്മേളനം സംസ്ഥാന ജനറൽ സെക്രട്ടറി KC സ്മിജൻ ഉദ്ഘാടനം ചെയ്തു. ജില്ലാ പ്രസിഡന്റ് അജേഷ് കരക്കടകത്ത് അധ്യക്ഷത വഹിച്ചു. കൗമാരക്കാരായ പെൺകുട്ടികളുടെ സമഗ്രമായ വികാസം ലക്ഷ്യമാക്കി സേവാഭാരതി ആരംഭിക്കുന്ന പദ്ധതിയാണ് കിഷോരി വികാസ്. വിദ്യാഭ്യാസം, നൈപുണ്യ വികസനം, സ്വയം പ്രതിരോധം, ആരോഗ്യം, വ്യക്തിവികസനം തുടങ്ങി അനുബന്ധ വിഷയങ്ങളിൽ വിവിധ പദ്ധതികൾ ആവിഷ്കരിച്ച് നടപ്പിലാക്കുന്നു. കിഷോരി വികാസിന്റെ ഔദ്യോഗികമായ ഉദ്ഘാടനം പ്രധാന അധ്യാപികയായി വിരമിച്ച തുളസി നിർവഹിച്ചു. ചാലക്കുടി സേവാഭാരതി പ്രസിഡന്റ് K പീതാംബരൻ അധ്യക്ഷത വഹിച്ചു. ചടങ്ങിൽ സേവാഭാരതി മീഡിയ കോർഡിനേറ്റർ സൗമ്യ പ്രതീഷ്, ശ്രുതി ഷൈൻ എന്നിവർ സംസാരിച്ചു. മിടുക്കി കൂട്ടം എന്ന പേരിൽ പ്രവർത്തനം ആരംഭിച്ച ഈ കിഷോരി വികാസ കേന്ദ്രത്തിന്റെ ആദ്യ ഏകദിന സെമിനാറിന് പ്രശസ്ത സൈക്കോളജിസ്റ്റും മോട്ടിവേഷണൽ സ്പീക്കറുമായ സന്തോഷ് ബാബു, മൈൻഡ് കോച്ച് മാനേജ്മെന്റ് ട്രെയിനറുമായ P ദീപക്, മാള ഗുരുധർമ്മ ആശുപത്രി സൈക്കോളജിസ്റ്റ് ഐശ്വര്യ ഗൗരി എന്നിവർ നേതൃത്വം നൽകി. ചാലക്കുടി റോട്ടറി ക്ലബിന്റെ വൊക്കേഷണൽ അവാർഡ് നൈറ്റും ക്രിസ്മസ് പുതുവത്സരാഘോഷവും ജനുവരി 1-ന് 7-ന് റോട്ടറി ക്ലബ് ഹൗസിൽ നടത്തും. സനീഷ് കുമാർ ജോസഫ് MLA ഉദ്ഘാടനം ചെയ്യും. അവാർഡ് സമർപ്പണവും നിർവഹിക്കും. ചാലക്കുടി റോട്ടറി ക്ലബിന് ഈ വർഷത്തെ വൊക്കേഷണൽ അവാർഡ് സെൻട്രൽ മറൈൻ ഫിഷറീസ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് ഡയറക്ടറായ ഡോക്ടർ ഗ്രീൻസൺ ജോർജിന് സമ്മാനിക്കും. ലിൻ ചന്ദ്രൻ, PV ജോസ്, സാബു ചക്കാലക്കൽ, N കുമാരൻ, രമേഷ് കുമാർ കുഴിക്കാട്ടിൽ, അനീഷ് പറമ്പിക്കാട്ടിൽ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. പുതുക്കാട് സ്റ്റാൻഡിന് മുൻപിൽ ദേശീയപാതയിൽ KSRTC സൂപ്പർ ഫാസ്റ്റ് ബസ്സും ഓട്ടോയും കൂട്ടിയിടിച്ച് 2 പേർക്ക് പരിക്ക്. മാള സ്വദേശിയായ ഓട്ടോ ഡ്രൈവർ സുജിത്ത്, യാത്രക്കാരൻ ബ്രിജേഷ് എന്നിവർക്കാണ് പരിക്കേറ്റത്. പരിക്കേറ്റവരെ തൃശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. തൃശൂർ മാന്നാമംഗലത്ത് ടയർ കമ്പനിയിൽ വൻ തീപിടുത്തം. മാന്നാമംഗലം കട്ടിങ്ങിൽ പ്രവർത്തിക്കുന്ന ടയർ കമ്പനിയിലാണ് തീപിടുത്തമുണ്ടായത്. കമ്പനി പൂർണ്ണമായും കത്തിനശിച്ചു. ലക്ഷങ്ങളുടെ നഷ്ടമുണ്ടായതായി പ്രാഥമിക വിവരം. അക്രമകാരികളായ കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ തീരുമാനവുമായി ശ്രീനാരായണപുരം പഞ്ചായത്ത്. കൃഷി നശിപ്പിക്കുന്നതിന് പുറമെ വാഹനയാത്രക്കാർ ആക്രമണ ഭീഷണി നേരിടുന്ന സാഹചര്യത്തിലാണ് കാട്ടുപന്നികളെ വെടിവെച്ചു കൊല്ലാൻ പഞ്ചായത്ത് തീരുമാനമെടുത്തത്. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.